ഇവിടെ മഞ്ജുഷേ, ഉം. ഒരു കാര്യത്തിൽ സർക്കാരിനൊരു നിലപാട് വേണമല്ലോ. ആ നിലപാടാണ് എന്ത് എന്ന് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ KPCC പ്രസിഡന്റും UDF ഒക്കെ ചോദിക്കുന്നത്. സർക്കാരിന് ഈ കാര്യത്തിലുള്ള ഒരു നിലപാടുണ്ടാകും. ഇപ്പോൾ 7 വർഷമായിട്ട് ഈ കേസ് കോടതിയിൽ നിൽക്കുന്നു. 2018 വന്ന വിധിയാണ്. ഏറ്റവും കൗതുകരമായ ഒരു കാര്യം, ഈ വിധി വന്നതിന് ശേഷം നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം അന്ന് കോടിയേരി ബാലകൃഷ്ണനാണ് CPIMന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് കേരളത്തിലെ മുഴുവൻ വീടുകളിലും കയറി എന്താ പറഞ്ഞ ഒരു ക്ഷമാപണം, ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് ഇവര് ഏറ്റു പറഞ്ഞുകൊണ്ട് എൻ്റെ പിഴ എന്ന് പറഞ്ഞ് ഭവന സന്ദർശനം നടത്തിയത്. അതൊക്കെ അവരുടെ രാഷ്ട്രീയം. പക്ഷെ ഇവിടെ ഇപ്പോൾ ഗവൺമെന്റ് കൃത്യമായിട്ടൊരു ഉത്തരം പറയേണ്ട സമയം സമാഗതമായിരിക്കുന്നു. അതിന് യെസ് അല്ലെങ്കിൽ നോ, യുവതി പ്രവേശനത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ, ആ ഒരു ചോദ്യമാണ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ പ്രസക്തമാണ്. നിയമമന്ത്രി രാജീവ് പറഞ്ഞതു അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അദ്ദേഹം മുൻ സത്യവാങ്മൂലത്തിൽ, അതായത് 2007 VS സർക്കാരിന്റെ കാലത്ത് കൊടുത്തിരുന്ന സത്യവാങ്മൂലത്തിൽ ഇങ്ങനെയൊരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു എന്നാണ്. അതായത് ഈ ഹിന്ദു സമുദായത്തിലെ ആചാര്യന്മാരുമായിട്ടും സാമൂഹ്യ പരിഷ്കർത്താക്കളുമായിട്ടും ആലോചിച്ച് ഒരു തീരുമാനം സുപ്രീം കോടതി എടുക്കട്ടെ എന്ന്. അത് കോടതി ഒന്നും മാനിച്ചില്ല. അത് ഞങ്ങൾ വീണ്ടും പറയാൻ പോവുകയാണ്, അതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ് എന്ന്. അതേസമയത്ത് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ, തുല്യതയ്ക്ക് പ്രാധാന്യമുണ്ട് എന്ന്. അതായത് ഒരേ സമയം വിശ്വാസ സംരക്ഷണവും അതിനോടൊപ്പം തന്നെ സാമൂഹ്യ പരിഷ്കരണവും, രണ്ട് വെള്ളത്തിൽ. അത് തന്നെ സത്യവാങ്മൂലത്തിലെ ഖണ്ഡിക 4 അതിനകത്ത് ഒരു 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 ജനറൽ ഇതുപോലെ അങ്ങ് പറയുന്നു എന്നുള്ളതല്ലേ ഉള്ളൂ. ഇവരുടെ പ്രയർ, സത്യവാങ്മൂലത്തിന്റെ അവസാനം ഇവരുടെ പ്രയർ എന്താണ്, അതിന്റെ കണ്ടന്റ് എന്താണ്? തുല്യത, ആർട്ടിക്കിൾ 14 നിലനിൽക്കുന്നതുകൊണ്ട് തുല്യത എന്നുള്ള ആ കൺസെപ്റ്റിൽ എല്ലാവർക്കും പ്രവേശനം അനുവദിക്കാം എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളതായതുകൊണ്ട് ഈ കാനന ക്ഷേത്രവും ഇതിൻ്റെ ഒരു വിശ്വാസവും അത് വളരെ എന്താ പറയുക സവിശേഷമായ ഒരു 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 ക്ഷേത്രമാണ്. കാരണം ഇത് ജനവാസ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ആളുകൾ താമസിക്കുന്നിടത്തോ ഒന്നും പണിതല്ല.